നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒരു നേതാക്കളെയും വാഴിക്കില്ല എന്നതാണ് ഇസ്രായേൽ നിലപാട്. അതിപ്പോഴും അവർ തുടരുന്നു. ഇന്നലെ മധ്യ ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ വക്താവ് മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടു. സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ റാസ് അൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ വക്താവ് കൊല്ലപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി മാധ്യമങ്ങളോട് സംസാരിച്ചത് അഫീഫാണ്. ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനായിരുന്നു അഫീഫ്. അഫീഫിന്റെ വിയോഗത്തിൽ മാധ്യമ വിഭാഗം അനുശോചനമറിയിക്കുന്നു. ഹിസ്ബുള്ള നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കുമൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത് അഫീഫായിരുന്നു. സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് ശേഷം സായുധ സംഘടനയുടെ പ്രധാനിയായി ഇയാൾ പ്രവർത്തിച്ചു. നേരത്തെ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ വടക്കൻ ലെബനനിലേക്ക് ഇസ്രായേൽ കരസേന തന്നെ നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. ശക്തമായ ആക്രമണങ്ങളാണ് ആ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്നത്. ഹമാസിന്റെ ചില രാഷ്ട്രീയ നേതാക്കൾ ഖത്തറിൽ അഭയം പ്രാപിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ നിർദ്ദേശത്തെ തുടർന്ന് ഖത്തർ ഇവരെ പുറത്താക്കുകയും ഖത്തറിലെ ഹമാസ് നയതന്ത്ര കേന്ദ്രം അടച്ചുപൂട്ടുകയും ചെയ്തു. തുടർന്ന് ഈ നേതാക്കൾ തുർക്കിയിൽ അഭയം പ്രാപിച്ചുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഹമാസിന് മധ്യസ്ഥതയുമായി തുർക്കി രംഗത്തേക്ക് വരേണ്ട എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു. തുർക്കിയുടെ നയം ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഒരു ബന്ദിയിടപാടിനും മധ്യസ്ഥത വഹിക്കാൻ തുർക്കിക്ക് കഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. തുർക്കിയുമായി ഞങ്ങൾ സംസാരിക്കില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ തുർക്കി സംസാരിക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടത്. എന്നാൽ തുർക്കിയെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞതോടെ അത്തരമൊരു സാധ്യത പൂർണ്ണമായി അടഞ്ഞു. നേരത്തെ ഹമാസിനു വേണ്ടി മധ്യസ്ഥം വഹിക്കാനിറങ്ങിയവർ ഈജിപ്തും ഖത്തറുമായിരുന്നു. ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുള്ള 101 ബന്ദികളെ രക്ഷപ്പെടുത്താൻ അമേരിക്ക ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു ഈജിപ്തും ഖത്തറും ഇടപെട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾ. എന്നാൽ ഓഗസ്റ്റ് അവസാന വാരം 6 ബന്ദികളെ ഹമാസ് വധിച്ചു. ഇതോടെയാണ് മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടിയത്. IDFന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസൻ ഹലേവി, മൊസാദ് ചീഫ് ഡേവിഡ് ബർണിയ, ഷിൻബെറ്റ് മേധാവി റോണർ ബാർ, IDF എന്നിവരുമായി നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ചില ചർച്ചകൾ നടത്തിയിരുന്നു. ബന്ദികളെ വിട്ടുകിട്ടാനുള്ള അവസാനവട്ട പദ്ധതികളാണ് അവർ തയ്യാറാക്കുന്നത്. ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന ഹമാസുകാരെ പൂർണ്ണമായി വിട്ടയച്ചാൽ തങ്ങളുടെ കൈവശമുള്ള എല്ലാ ഇസ്രായേലി ബന്ദികളെയും വിട്ടയക്കാം എന്ന നിലപാടാണ് ഹമാസ് വ്യക്തമാക്കിയത്. എന്നാൽ ഗുരുതരമായ കുറ്റം ചെയ്തവരെ വിട്ടയക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഓഗസ്റ്റ് അവസാനമാണ് ഗസയിലെ റഫ നഗരത്തിന് താഴെയുള്ള ഒരു തുരങ്കത്തിൽ നിന്ന് 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സേന കണ്ടെത്തുന്നത്. റഫയിൽ IDF നടത്തിയ ഓപ്പറേഷനുകളെ തുടർന്ന് ബന്ദികളുടെ അടുക്കൽ IDF എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അന്ന് ഹമാസ് ഭീകരർ ബന്ദികളെ വധിച്ചത്. സൈന്യം സമീപത്തെത്തിയെന്നും IDF ബന്ദികളാക്കിയവരെ ജീവനോടെ പിടികൂടുമെന്നും ഹമാസുകാർ തിരിച്ചറിഞ്ഞു. ഇതോടെ നിഷ്ഠൂരമായി അവരെ കൊലപ്പെടുത്തുകയായിരുന്നു ഹമാസ്. 6 ബന്ദികളുടെ കൊലപാതകം ഇസ്രായേലിനെ വേദനിപ്പിച്ചു. ഇതോടെ ബന്ദി ചർച്ചകൾ വഴിമുട്ടി. ശക്തമായ ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ടവരെ വീണ്ടെടുക്കണം എന്ന അഭിപ്രായം പൊതുവെ സൈന്യത്തിൽ ഉയർന്നു. ഒക്ടോബർ 7, 2023 പിന്നിട്ട് 407 ദിവസങ്ങൾ. ഇപ്പോഴും ശക്തമായ ആക്രമണങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് തന്നെ നീങ്ങുന്നു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ശക്തി കേന്ദ്രങ്ങൾ വീണുവെങ്കിലും ഇപ്പോഴും ചില തീവ്രവാദികൾ പല തുരങ്കങ്ങളിലിരുന്ന് ഇസ്രായേലിന് നേർക്ക് ആക്രമണങ്ങൾ തുടരുന്നു. പൂർണ്ണമായി അവരുടെ ശേഷി ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യവും. ഹിസ്ബുള്ളയുടെ മാധ്യമ തലവനെ അടക്കം വധിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് കുതിക്കുന്ന ഇസ്രായേൽ സേന കൃത്യമായ സന്ദേശം തന്നെയാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ നൽകുന്നത്. ഈ ഭീകര സംഘങ്ങളെ നയിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ വകവരുത്തിയിരിക്കും. ഖത്തറിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്ന് സൂചനകൾ. പ്രോക്സികളെ കൈയൊഴിഞ്ഞ മട്ടിലാണ് ഇപ്പോൾ ഇറാൻ. പ്രോക്സികൾക്ക് വേണ്ടി അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇസ്രായേലിനെതിരെ തിരിയാനുള്ള ആർജവം പോലും പൂർണ്ണമായി ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനിടയിൽ ആയത്തുള്ള അലി ഖമനേയി കോമ സ്റ്റേജിലാണ് എന്ന വാർത്തകൾ പുറത്തുവരുന്നു. 85-കാരനായ ആയത്തുള്ളയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ്.
ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് ആയത്തുള്ളയുടെ രണ്ടാമത്തെ മകൻ ഇപ്പോൾ അടുത്ത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അലി ഖമനയുടെ രണ്ടാമത്തെ മകൻ മൊജ്തബ ഖമേനിയെ അടുത്ത പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുമെന്ന വാർത്തകൾ 2 ആഴ്ച മുമ്പ് റിപ്പോർട്ടുകളായി എത്തിയിരുന്നു. അതീവ രഹസ്യമായാണ് പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നു. സെപ്റ്റംബർ 26 ചേർന്ന രഹസ്യ യോഗത്തിലായിരുന്നു ഈ തീരുമാനം. കഴിഞ്ഞ 2 വർഷമായി മൊജ്തബ ഖമേനി ഭരണത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നു. പൊതുവേദികളിൽ അപൂർവമായി മാത്രമേ മൊജ്തബ പ്രത്യക്ഷപ്പെടാറുള്ളൂ. ജനരോക്ഷം തടയാൻ വേണ്ടിയാണ് അദ്ദേഹം പൊതുവെ പൊതുയോഗങ്ങളിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത്. എന്നാൽ ഈ വാർത്തകൾ പൂർണ്ണമായി ഇറാൻ നിഷേധിക്കുന്നു. അലി ഖമനേയി പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന വാദമാണ് ഇറാൻ ഉയർത്തുന്നത്. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലഹിയയിൽ ഞായറാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 30 പേർ. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ 59 ആളുകളെ കാണാതായി എന്നും റിപ്പോർട്ടുകൾ. ശനിയാഴ്ച രാത്രി മധ്യ ഗാസയിലെ നുസ്രത്ത്, ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും വടക്കൻ ഗാസയിലെ ജനവാസ മേഖലയിലുമുണ്ടായ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. ലെബനന്റെ വടക്കൻ ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ സേന അതിശക്തമായ നീക്കങ്ങൾ നടത്തുന്നുവെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. ശക്തമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ വടക്കൻ ലെബനനിൽ നടക്കുന്നത്. കരയുദ്ധം നയിക്കുന്ന ഇസ്രായേൽ സൈന്യം ഇതാദ്യമായാണ് ഇത്ര ഉള്ളിൽ കയറി ശക്തമായ ആക്രമണങ്ങൾക്കൊരുങ്ങുന്നത്. മധ്യ ബെയ്റൂത്തിൽ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവൻ കൊല്ലപ്പെട്ടത്. ഒപ്പം അനേകം അനുയായികളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.